80 വരികളും വ്യത്യാസമുണ്ട്. ഓരോരുത്തരും 50 വരി മാത്രമേ ചെന്ന് നിൽക്കുകയുള്ളൂ. അല്ലാതെ ഓരോരു ഇഷ്ടം പോലെ വരിയിൽ നിൽക്കുകയല്ല. ആ വരിയുടെ സാന്ദ്രത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതേ പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിൽക്കുന്നത് പോലെയല്ല, എമിഗ്രേഷൻ കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നത് പോലെയല്ല, പല സ്ഥലത്തും ദുനിയാവിൽ നമ്മൾ ക്യൂ നിൽക്കുന്നത് പോലെയല്ല. അതേ സമയത്ത് 80,000 കൊല്ലം ഒരു ഒട്ടകം അതിശീഘ്രം ഓടുന്ന ഒട്ടകം ഓടിയാൽ ഒരു വരി മുറിച്ചു കടക്കാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരുത്തന്റെ കാലിന്മേൽ 100 കാലുകളെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞതാരാ? ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്തപ്പനകളെ നടത്തിയിട്ടു കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ. ചരച്ചല്ലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ. 90,000 അത്ഭുതങ്ങൾ കാണിച്ച മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പറഞ്ഞു, മക്കളെ, ഈ നിലക്ക് 80 വരികളിലായി എന്റെ ഉമ്മത്തിന് നിർത്തപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട മുത്തുനബി പടച്ച റബ്ബിനോട്, ഇല്ല, ഈ നിലക്കരി നിന്നുകൂടാ, ഇതിനി സഹിച്ചുകൂടാ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ വരി നിൽക്കുന്നത്. ഇതിനി മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ. അപ്പോഴാണ് ജഹന്നമിനെ കൊണ്ടുവന്ന് മീസാനെന്ന തുലാസ് സ്ഥാപിച്ചു. മീസാനെന്ന തുലാസൊക്കെ എന്താ, സിറാത്ത് പാലം എന്താ? അങ്ങനെ ഒരു മനുഷ്യൻ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തി. ഒരു മനുഷ്യന്റെ അമലുകളൊക്കെ ഇങ്ങനെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ നന്മ ഒത്തിരി കുറവുണ്ട്. അണുമണി തൂക്കം നന്മയുടെ കുറവുണ്ട്. ആ കുറവ് കണ്ടതോടുകൂടി അവൻ ആകെ ഉയർത്തുപോയി. കാരണം കൺമുമ്പിൽ കാണുന്നത് കത്തിയാളുന്ന നരകമാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പുറം കാണുന്നത് മഹാനായ അല്ലാഹുവിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പുറമുള്ളത് ഇടഭാഗത്ത് അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ, വലഭാഗത്ത് സൽക്കർമ്മങ്ങൾ, തൊട്ടുമുമ്പിൽ നരകം. ആ നരകത്തിങ്ങനെ കത്തിയാളുന്ന നരകം ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ അമലുകൾ തൂക്കി അല്പം സൽക്കർമ്മത്തിന്റെ കുറവ് വന്നപ്പോൾ അയാളിങ്ങനെ പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാ. ഈ കടുവയുടെ മുമ്പിൽപ്പെട്ട മനുഷ്യൻ കാട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇതൊക്കെ വാട്സപ്പിലും മറ്റും കണ്ടവരല്ലേ? ആ കടുവയുടെ മുൻപിൽപ്പെട്ട മനുഷ്യൻ ജീവന് വേണ്ടി കൊതിക്കുന്നു. ആ മനുഷ്യൻ കാട്ടുന്ന ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ? ആ നിലക്ക് ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് ചാടുന്നതോർത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ പെടയുകയാ. ഇതൊക്കെ കണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ആര്? അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം അതാ ഒരു പച്ച പുതപ്പ് കൊണ്ട് പുതച്ചിട്ട് തന്റെ മക്കളിൽ നിന്ന് ഓരോരുത്തരെയും നന്മയും തിന്മയും തൂക്കുമ്പോ ഹിസാബ് എടുക്കുമ്പോ ആദം നബി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ജീവന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന പോലെ സാക്ഷാൽ കടുവയുടെ മുമ്പിൽപ്പെട്ട വിദ്യാർത്ഥി പെടയുന്നത് പോലെ ഈ മനുഷ്യൻ ഇങ്ങനെ പെടയുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം ഈ മനുഷ്യരെ 2 മലക്കുകൾ കൈ പിറകോട്ട് ബന്ധിച്ച് നരകത്തിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആദം നബി ഈ മലക്കുകളെ വിളിച്ചു പറഞ്ഞ് കൊണ്ടുപോകല്ല, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല, ഒന്നുകൂടി വളരെ കുറഞ്ഞ കുറവല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഈ മനുഷ്യന്റെ അമലൊന്ന് തൂക്കിക്കൂടെ? ഈ മലക്കുകളോട് നിർബന്ധിച്ചുകൊണ്ട് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മലക്കുകൾ അത് പരിഗണിക്കൂല. ഈ മലക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. ഈ മലക്കുകൾ സബാനിയാക്കളല്ലേ, ഒരു പ്രത്യേകം സ്വഭാവമുള്ളവരായിട്ടാണ് പടച്ച റബ്ബ് അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി കൈ വലയുകയാ. എന്റെ മകനെയാണല്ലോ കൊണ്ടുപോകുന്നത് ആ തീനാളങ്ങളിലേക്ക്, ഒരമ്പുന്ന തീയിലേക്ക് ഈ കൈയും കാലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഈ മനുഷ്യനെ കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട ആദം നബി ഓടിയെത്തുന്നു. ഹബീബ് റസൂലുള്ളാഹ്
മുത്തുനബിന്റെ അടുത്ത് ഓടിയെത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ നരകത്തിലേക്ക് സബാനിയത്ത് വലിക്കുന്നു. ബഹുമാനപ്പെട്ട അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിന്റെ അടുത്ത് എന്ന് പറയും, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയാണ് കൊണ്ടുപോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയെത്തിയിട്ട് ഈ മനുഷ്യന്റെ നന്മയും തിന്മയും രണ്ടാമത് നോക്കാൻ വേണ്ടി പറയും. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴങ്ങും. ലോകത്തെ മൊത്തം മുത്തുനബിക്ക് കീഴ്പ്പെടുത്തിയത് കൊണ്ട് സർവ്വ നബിക്ക് വഴിപ്പെട്ടു കൊള്ളണം. ഹബീബായ മുത്തുനബിക്കല്ലാതെ ലോകം വഴിപ്പെടില്ല. അങ്ങനെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കുമ്പോ നേരത്തെ തൂക്കിയപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ തിന്മയുടെ തട്ട് ഭാരം തൂങ്ങുമ്പോ ഈ മനുഷ്യനാകെ പേടിക്കുകയാണല്ലോ. സങ്കടത്തിന് ഹർജി കൊടുത്ത് മഹാസങ്കടം പാസായി എന്ന് പറഞ്ഞ പോലെ ഇയാളിങ്ങനെ പേടിച്ചു വിറയ്ക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ മടിത്തട്ടിൽ നിന്നോ ഒരു സാധനം എടുത്തിട്ട് ഈ നന്മയുടെ തുലാസിലേക്ക് അങ്ങിടുന്നു. അങ്ങിട്ടിടുമ്പോഴേക്ക് അത് വല്ലാതെ ഭാരം തൂങ്ങിയിട്ട് ആ മനുഷ്യൻ രക്ഷപ്പെടുന്നു. സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടുന്നു. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ട മുത്തിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, തങ്ങളെ, എന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് എന്താണ് തങ്ങളതിലേക്കിട്ടത്? അതെനിക്കറിഞ്ഞില്ലല്ലോ. ആഖിർ സമാനിലെ മക്കളെ, നിങ്ങൾക്കറിയുമോ ഹബീബ് തങ്ങൾ പറയുന്നു, മോനെ, ഈ ദുനിയാവിൽ വെച്ച് എത്ര സ്വലാത്തുകളാ നീ ചൊല്ലിയത്? പല ആലിമീങ്ങളും പല സയ്യിദന്മാരും പല സാദാത്തുക്കളും പല കാര്യങ്ങൾക്ക് വേണ്ടി സലാത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. കടം വീടാൻ വേണ്ടി സലാത്ത് ചെല്ലാൻ പറഞ്ഞു. അതുപോലെ രോഗശമനത്തിന് വേണ്ടി സലാത്ത് ചെല്ലാൻ പറഞ്ഞു. തന്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി സലാത്ത് ചെല്ലാൻ പറഞ്ഞു. മക്കള് നന്നാവാൻ വേണ്ടി സലാത്ത് ചെല്ലാൻ പറഞ്ഞു. പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി സലാത്ത് ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ ദുനിയാവിൽ 100 ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നോട് പലരും സ്വലാത്ത് ചെല്ലാൻ നിർദ്ദേശിച്ചു. നീ ആ സ്വലാത്തുകളൊക്കെ ചൊല്ലി. പക്ഷേ നിന്റെ ഒരു കാര്യവും നടന്നില്ല. കടം വീടാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നിന്റെ കടം വീടിയിട്ടില്ല. രോഗശമനത്തിന് വേണ്ടി സ്വലാത്ത് എല്ലാം പറഞ്ഞ് നീ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ നിന്റെ സുഖപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ദുനിയാവിലെ 100 ആവശ്യങ്ങൾക്ക് വേണ്ടി നീ സ്വലാത്തുകൾ ചൊല്ലിയപ്പോൾ ആ ആവശ്യങ്ങളൊന്നും തീരെ ഞാൻ പരിഗണിച്ചില്ല. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും ഞാൻ ഇന്നത്തേക്ക് നീട്ടിവെച്ചതാണ്. ആ സ്വലാത്ത് മൊത്തം ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്തിയതാണ്. നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്തുകളാണ് എന്നങ്ങ് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ, ഓരോ മനുഷ്യരും ചിന്തിച്ചു പോകും, ആഗ്രഹിച്ചു പോകും, എന്റെ സ്വലാത്ത് കൊണ്ട് ദുനിയാവിലെ ഒരു കാര്യവും നേടാതിരുന്നെങ്കിൽ, എന്റെ രോഗത്തിന് ശമനം കിട്ടാതിരുന്നെങ്കിൽ, എന്റെ കടം ഇടാതിരുന്നെങ്കിൽ, ദുനിയാവിലായ 100 ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയപ്പോൾ എന്റെ ആവശ്യങ്ങളൊന്നും അന്ന് നിറവേറ്റി കിട്ടാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും എന്ന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ സ്വലാത്തിനോളം ഫലം ചെയ്യുന്ന മറ്റൊരു കാര്യമില്ല. പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മെ അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. എല്ലാ സ്വലാത്തുകളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി പടച്ച റബ്ബ് നമുക്ക് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ തട്ടിൽ ഭാരം തൂങ്ങുന്ന അമലുകളായി നമ്മിൽ നിന്ന് അല്ലാഹ് കബൂലാക്കി തരട്ടെ.